നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പതിനെട്ടരക്കാവുകളിൽ പ്രസിദ്ധമായ പുതുക്കാട് കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേല മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ ശ്രീവേലി എഴുന്നള്ളിപ്പ് നടത്തി. VK പത്മനാഭൻ മാസ്റ്റർ അവതരിപ്പിച്ച ദേവി മാഹാത്മ്യ പാരായണം, ഭജന, ശ്രീഭൂതബലി ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പെരുവനം കുട്ടന്മാരുടെ പ്രാമാണികത്വത്തിൽ 50-ൽ പരം കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരിമേളം അരങ്ങേറി. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ഉച്ചതിരിഞ്ഞ് 3:30 പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, കാഴ്ച ശ്രീവേലി, കുനിശ്ശേരി അനിയന്മാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, വൈകിട്ട് 6-ന് നന്ദിക്കര മുല്ലയ്ക്കൽ പറയന്റെ പന്തൽ വരവ്, തുടർന്ന് വിവിധ സമുദായക്കാരുടെ വേലകളി വരവ്, വൈകിട്ട് 6:30 ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, 7-ന് ബാലെ, 7:30 തായമ്പക, രാത്രി 10-ന് പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം. ഫെബ്രുവരി 24-ന് പുലർച്ചെ 1:15 കൂട്ടിയെഴുന്നള്ളിപ്പ്, പുലർച്ചെ 1:30 പാണ്ടിമേളം, 3-ന് സമാപനം എന്നിവ നടക്കും. മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് മറ്റത്തൂർക്കുന്ന് സുപ്രഭ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഭാഷാ സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരി രാജകുമാരി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ പ്രസംഗിച്ചു. ലോക മാതൃഭാഷാ ദിനം എന്ന് പറയുമ്പോൾ മാതൃഭാഷ അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ എന്താ പറയുക, ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഭാഷയുമായി അങ്ങേറ്റം ഇഴചേർന്നിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു പ്രതിഭാസം തന്നെയാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്, മനുഷ്യന്റെ അടിസ്ഥാനമായിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. അതൊക്കെ ശരിയാണ്, നമ്മുടെ ജീവൻ നിലനിർത്തുവാനായിട്ട് അതൊക്കെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ, നല്ല സംസ്കാര സമ്പന്നമായി മനുഷ്യത്വത്തോടുകൂടി ജീവിക്കണമെങ്കിൽ, ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ നല്ലൊരു മനുഷ്യനാവേണ്ടതുണ്ട്. പാഴായി ഗ്രാമീണ വായനശാല റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായി വിജ്ഞാന വികസന സദസ്സ് നടത്തി. റിസോഴ്സ് പേഴ്സൺ EK സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് PS സനിൽകുമാർ അധ്യക്ഷനായിരുന്നു. EV നന്ദ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. കവി സുധീഷ് ചന്ദ്രൻ കവിതകൾ അവതരിപ്പിച്ചു. മണിഗംഗാധരൻ, MS ചന്ദ്രൻ, CA കേശവൻ, വായനശാല സെക്രട്ടറി VM പ്രഹ്ലാദൻ, NJ ഹരികുമാർ എന്നിവർ പ്രസംഗിച്ചു. മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കിനായി സംവിധാനം ചെയ്യുവാനും ഇന്ത്യയിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും ഉള്ള സമത്വവും ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ പൗരന്മാരിലും സാഹോദര്യം. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ കാറിന്റെ പുറകിൽ ആഡംബര കാറിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് തലക്കീഴായി മറിഞ്ഞു. കോട്ടയത്തു നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 3 കുട്ടികളടക്കം 5 യാത്രക്കാരാണ് കാറിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറിൽ കുടുങ്ങിയ കുടുംബത്തെ നാട്ടുകാർ ചേർന്നാണ് കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്ത് പുറത്തെടുത്തത്. മണ്ണുത്തി CMS സ്കൂളിൻ്റെ അടുത്താണ്. ഞാൻ ഒരു ഫാമിലിയാണ് ആ സ്കോർപ്പിയോയിലുണ്ടായിരുന്നത്. അപ്പോൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു ടയർ പൊട്ടുന്നൊരു സൗണ്ട് കേട്ടു. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നതായിട്ടും ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവരെ വണ്ടീനെ വന്ന് ഇടിച്ച് മറിഞ്ഞു. ആ വണ്ടി ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ആ ഫാമിലി രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഒരു 3 ചെറിയ കുട്ടികളാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത്.
ഇതെന്നും ഇതിലെ ഈ സ്പീഡ് നമ്മുടെ ഈ റോട്ടിൽ കൂടെ പോകാവുന്ന ഒരു സ്പീഡിലല്ല. ഈ നാട്ടുകാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് പേടിയാണ് ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ ഇത് എന്തോ ഭാഗ്യത്തിനാണ് ആ ഫാമിലി രക്ഷപ്പെട്ടത്. 3 ചെറിയ കുട്ടികളാണ്. ഡിവൈഡർ മേടിച്ച് മറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വണ്ടി മറിഞ്ഞാലുള്ള എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ലോകത്ത് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ റോട്ടിൽ ഇത്തരം വണ്ടികൾ ഓടിക്കുമ്പോൾ നമ്മുടെ പോലീസും ഇതൊക്കെ എന്നും കാണാതെ ഇവിടെ ആർക്കും ഇത് ചോദ്യം ചെയ്യാനില്ല. ഒരു അപകടം നടന്നു കഴിയുമ്പോൾ പറയുന്നല്ലാതെ ഈ പോലീസിൻ്റെ മുമ്പിൽ കൂടെ തന്നെയാണ് എന്നും ഈ വണ്ടി പോകുന്നത്. എല്ലാ ദിവസവും ഈ സമയത്ത് ഈ വണ്ടി പോകും. ഇതിൻ്റെ ശബ്ദം കിലോമീറ്ററുകളപ്പുറം വരെ കേൾക്കാം. പക്ഷെ ഇതിനൊക്കെ ഒരു തടയിടാൻ നമ്മുടെ പോലീസിനോ സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞാലാണ് ഇതിനൊക്കെ ഒരു അറുതി വരുള്ളൂ. അല്ലെങ്കിൽ ഇത് മരണങ്ങൾ, ജീവനുകൾ പോയിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതെന്നും സംഭവിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഭയങ്കര സൗണ്ട് കേട്ടു. അപ്പോൾ അച്ചാച്ചൻ യോഗി പറഞ്ഞു പുറകിൽ, പക്ഷേ എന്താണ് എനിക്ക് കാണത്തില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്കും പതിയാണ് പോയിക്കൊണ്ടിരുന്നത്. പിള്ളേരുള്ളതുകൊണ്ട് ഒരു സ്പീഡിൽ പോകത്തില്ല. അപ്പോഴേക്ക് ഈ കാറ് വന്ന് ഞങ്ങളെ ഇടിച്ചു. അപ്പം ഞങ്ങളുടെ കാറ് അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടിട്ട് പോയി ഡിവൈനർ ഇടിച്ചിട്ട് മറിയുമായിരുന്നു. അങ്ങനെ മറിഞ്ഞതാണ്. ഞങ്ങൾക്ക് കാറിന്റെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെ പുറത്ത് കിടന്നത്? ആരോ കുറെ പേര് എടുത്തതാ. ആൾക്കാർ വന്ന് അപ്പോഴേക്കും വന്ന് ചില്ല് പൊട്ടിച്ച് പുറത്തേക്ക് എടുത്തു. അല്ല, അത് ശരി. ജനകീയ സംരക്ഷണ സമിതി വേലുപ്പാടം മഠം യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. സമിതിയുടെ മേഖലാ സെക്രട്ടറി ഷിഹാബ് കറുമണ്ണിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സൂപ്പി പെരുവൻകുഴിയിൽ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് ശിവദാസൻ തുയ്യത്ത് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ സുധീനി രാജീവ്, അന്തോണി പൊന്നാരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സമിതി നേതാക്കളായ ഷിഹാബ് പെരുവാൻകുഴിയിൽ, ഡേവിസ് ആർട്ടിസ്റ്റ്, സാദിഖ് പുലിക്കണ്ണി, കെ ശാന്ത, പൊതുപ്രവർത്തകയായ നിഷ രാജേഷ്, സുമേഷ് എന്നിവർ പ്രസംഗിച്ചു. പുതിയ യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് സൂപ്പി പെരുവാൻകുഴിയിൽ, സെക്രട്ടറി അസീസ് അരിപ്പുറം, ട്രഷറർ NV രജീവൻ എന്നിവരെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. കുട്ടികൾ ആ രീതിയിൽ മാറുന്നു എന്നൊരു സാഹചര്യത്തിലാണ് 1 വർഷം മുമ്പ് നമ്മൾ ഇത്തരം സംഘടനയ്ക്ക് പുറത്തു കൊടുത്തത്. നമുക്കറിയാം, നമ്മുടെ ഈ വരന്തപ്പള്ളി പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും ഇത്തരം കഞ്ചാവ് അല്ലെങ്കിൽ രാസലഹരി വിൽപ്പനയുടെ വക്താക്കളുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ മേഖലയിൽ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,790 രൂപയും പവന് 1,18,320 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് തെക്കേത്തുറവ് കോഴിപ്പാടൻ ഫ്രാൻസിസ് അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 3-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. പ്രിൻസിയാണ് ഭാര്യ. പ്രിൻസ്, ആൻസി, ബിൻസി എന്നിവർ മക്കളും തോംസൺ മരുമകനുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.